So, good morning, my dear students, once again. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലെല്ലാം എ സി സിഗ്നലിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ആണ് നമ്മൾ നോക്കിക്കൊണ്ടിരുന്നിരുന്നത്. അതിനുശേഷം നമ്മൾ അതെല്ലാം ബേസ് ചെയ്തുകൊണ്ടുള്ള കുറച്ച് പ്രോബ്ലംസ് കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്യുകയുണ്ടായി. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ബേസിക് എലമെന്റ്സിൽ നമ്മൾ എ സി സിഗ്നൽസ് കൊടുക്കുന്ന സമയത്തുള്ള ബേസിക് എലമെന്റ്സിന്റെ റെസ്പോൺസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ബേസിക് എലമെന്റ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ബേസിക് എലമെന്റ്സ് റെസിസ്റ്ററും ഇൻഡക്ടറും കപ്പാസിറ്ററും ആണ്. അപ്പോൾ ഈ മൂന്നെണ്ണവും എങ്ങനെയാണ് എ സി സർക്യൂട്ട്സിൽ ബിഹേവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ ഓരോന്നിനും എ സി സർക്യൂട്ട്സിനോടുള്ള റെസ്പോൺസ് എങ്ങനെയാണ് എന്നുള്ളതാണ് കാണാൻ പോകുന്നത്. സോ ഫസ്റ്റ് വിൽ ബി സ്റ്റാർട്ടിംഗ് വിത്ത് ദ കേസ് ഓഫ് എ റെസിസ്റ്റർ. സോ എ സർക്യൂട്ട് ഈസ് ഗിവൺ. ഇൻ ദിസ് സർക്യൂട്ട് I am having a resistor. A resistance is actually given over here. This is my resistor R. This is my resistor R. So I am giving an AC input. The AC input is given as V is equal to Vm sin omega t. ഇതിലെ കാര്യങ്ങളെല്ലാം ഓർമ്മ ഉണ്ടാവുന്ന വിചാരിക്കുന്നു. വി എം എന്ന് പറയുന്നത് നമ്മുടെ മാക്സിമം വാല്യൂ അഥവാ പീക്ക് വാല്യൂ. ഒമേഗ എന്ന് പറയുന്നത് ആംഗുലാർ ഫ്രീക്വൻസി. ഒമേഗ ഇസ് ഇക്വൽ ടു 2πf എന്നറിയുന്നുണ്ടാവും. അപ്പോൾ ഞാൻ ഈ ഒരു വോൾട്ടേജ് കൊടുത്തതിൻ്റെ ഭാഗമായിട്ട് ഈ റെസിസ്റ്ററിലൂടെ ഐ എന്ന് പറയുന്ന ഒരു കറണ്ട് ഫ്ലോ ചെയ്യുകയുണ്ടായി. അപ്പോൾ ഈ റെസിസ്റ്റൻസിന് അക്രോസ് ഒരു വോൾട്ടേജ് ഡെവലപ്പ് ചെയ്യുകയുണ്ടായി. ആ റെസിസ്റ്റൻസിന് അക്രോസ് ഡെവലപ്പ് ചെയ്ത വോൾട്ടേജ് ആണ് വി ആർ. ഓക്കെ, സോ ദ വി ആർ ഇസ് ദ വോൾട്ടേജ് അക്രോസ് ദ റെസിസ്റ്റർ ആൻഡ് ഐ ഇസ് ദ കറണ്ട് ഫ്ലോയിങ് ത്രൂ ദ റെസിസ്റ്റർ. സെക്കൻഡ്, okay, so as we already know, the instantaneous value of the voltage is V is equal to Vm sin omega t. ഞാൻ ഓൾറെഡി പറഞ്ഞതാണ് നമ്മൾ സപ്ലൈ ചെയ്തിരിക്കുന്ന വോൾട്ടേജ്. അപ്പോൾ ഈ ഒരു വോൾട്ടേജ് കൊടുത്തതിൻ്റെ ഭാഗമായിട്ട് the current flowing through the circuit, we have to find the I. What is the current flowing through the circuit? And I is actually, as per Ohm's law, we know I എന്ന് പറഞ്ഞാൽ V divided by R ആണ്. So V is equal to Vm sin omega t. Vm sin omega t divided by R. അപ്പോൾ Vm by R sin omega t എന്ന് എഴുതാം. സോ I can be written as Im sin omega t. ഇത് ഞാൻ എ സി ഇൻട്രൊഡ്യൂസ് ചെയ്ത സമയത്ത് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരികയുണ്ടായി. ആദ്യം നമ്മൾ ഡി സി ഒരു റെസിസ്റ്റൻസിന് അക്രോസ് കൊടുത്താൽ എങ്ങനെയാണ് എന്നുള്ളത് പറഞ്ഞതിന് ശേഷം എ സിയിലേക്ക് വന്നപ്പോൾ തുടക്കത്തിൽ ഞാൻ പറഞ്ഞു തന്ന കാര്യം ആണിത്. അത് ഞാൻ ഒന്നുകൂടി ഇവിടെ പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ V is equal to Vm sin omega t എന്ന് പറയുന്ന ഒരു എ സി സിഗ്നൽ നമ്മൾ R എന്ന റെസിസ്റ്ററിൽ കൂടി കടത്തി വിട്ട് കഴിഞ്ഞാൽ അതിലൂടെ പോകുന്ന കറണ്ടും ഒരു എ സി കറണ്ട് ആയിരിക്കും. ആ എ സി കറണ്ട് ഐ ഈസ് ഇക്വൽ ടു Im sin omega t ആയിരിക്കും. ആ Im എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ മാക്സിമം വാല്യൂ ഓഫ് ദി കറണ്ട്. അതെങ്ങനെ റിലേറ്റഡ് ആയിരിക്കുന്നു വോൾട്ടേജിനായിട്ട്? ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ദി മാക്സിമം വാല്യൂ ഓഫ് ദി വോൾട്ടേജ് ഡിവൈഡഡ് ബൈ ദ റെസിസ്റ്റൻസ്. സോ Im ഈസ് ഈക്വൽ ടു Vm ഡിവൈഡഡ് ബൈ R. സോ ദിസ് റിലേഷൻ ഈസ് ഹാസ് ടു ബി കെപ്റ്റ് ഇൻ മൈൻഡ്. നമ്മൾ റെസിസ്റ്റൻസിന്റെ കാര്യം പറയുന്ന സമയത്ത് ഡി സി ആവുന്ന സമയത്ത് നമ്മൾ വെറുതെ ഡി സിയുടെ കേസ് നമുക്കൊന്ന് റീകളക്ട് ചെയ്യാം. ഫോർ ഡി സി നമ്മൾ എങ്ങനെ എഴുതിയിരുന്നു? അതിനകത്ത് നമുക്ക് വി എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിട്ടുള്ളൊരു വോൾട്ടേജ് ആണ്, ബാറ്ററി പോലത്തെ വോൾട്ടേജ് ആണ്. അത് നമ്മൾ റെസിസ്റ്ററിൽ കൂടി കടത്തി വിടുമ്പോൾ വി ബൈ ആർ എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് കറണ്ട് ആണ് എനിക്ക് ഇവിടെ ഉണ്ടാവുന്നത്. അപ്പൊ ഇവിടെ ഐ എന്ന് പറയുന്നതും വി എന്ന് പറയുന്നതും കോൺസ്റ്റന്റ് ആണ്. പക്ഷെ എ സിയുടെ കേസിൽ വി എന്ന് പറയുന്നത് Vm sin omega t ആണ്. അതിൽ ഈ Vm എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആണ്. 5, 10, 100, 230 എന്ത് വേണമെങ്കിലും ആവാം. അപ്പൊ ആ കോൺസ്റ്റന്റ് വാല്യൂ ഡിവൈഡ് ബൈ ആർ എന്ന് പറയുമ്പോൾ Im ഒരു കോൺസ്റ്റന്റ് ആണ്. പക്ഷെ സ്മോൾ വി എന്ന് പറയുന്ന ഇൻസ്റ്റന്റേനിയസ് വാല്യൂ ഓഫ് ദ വോൾട്ടേജും സ്മോൾ ഐ എന്ന് പറയുന്ന ഇൻസ്റ്റന്റേനിയസ് വാല്യൂ ഓഫ് ദ കറണ്ടും മാറിക്കൊണ്ടിരിക്കും. പക്ഷെ Vm എന്ന് പറയുന്നതും സെയിം കോൺസ്റ്റന്റ് ആയിരിക്കും, Im എന്ന് പറയുന്നതും കോൺസ്റ്റന്റ് ആയിരിക്കും. ഒമേഗ എന്ന് പറയുന്നതും കോൺസ്റ്റന്റ് ആയിരിക്കും. കാരണം ഒമേഗ ഇസ് ഇക്വൽ ടു 2πf. ഒരു സൈൻ വേവിന് ഒരു പർട്ടിക്കുലർ ഫ്രീക്വൻസി ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒമേഗ എന്ന് പറയുന്നതും കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പൊ ടി മാറുന്നത് കൊണ്ടാണ് എൻ്റെ വിന്റെ വാല്യൂ, സ്മോൾ വിന്റെ വാല്യൂ, സ്മോൾ ഐന്റെ വാല്യൂ മാറുന്നത്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഈ സിഗ്നൽസിനെ എങ്ങനെ എഴുതിയിരുന്നു? വി ബ്രാക്കറ്റിൽ ടി എന്ന് എഴുതിയിരുന്നു വോൾട്ടേജിനെ, അല്ലെങ്കിൽ ഐ ബ്രാക്കറ്റിൽ ടി എന്ന് എഴുതിയിരുന്നു കറണ്ടിന്. എന്നിട്ട് നമ്മൾ പറഞ്ഞു ഇത് രണ്ടും എന്താണെന്ന്, വി ഓഫ് ടി എന്ന് പറയുന്നതും
ഐ ഓഫ് ടി എന്ന് പറയുന്നതും ബോത്ത് ഓഫ് ദം ആർ ഫങ്ഷൻസ് ഓഫ് ടൈം എന്ന് പറഞ്ഞിരുന്നു. ഫങ്ഷൻസ് ഓഫ് ടൈം വിച്ച് ഷോസ് ദാറ്റ് വെൻ ദ ടൈം ഈസ് വേരിയിങ് ഈ രണ്ടെണ്ണത്തിന്റെയും വാല്യൂ മാറിക്കൊണ്ടിരിക്കും. അപ്പം നമ്മുടെ ഇൻസിഡൻസ് വാല്യൂ ആയ വി എന്ന് പറയുന്നതും ഐ എന്ന് പറയുന്നതും ടി മാറുന്നതിനനുസരിച്ച് മാത്രമേ മാറുള്ളൂ. വി എം എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്, ഒമേഗ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്, ഐ എം എന്ന് പറയുന്നതും കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, അപ്പം ആ കാര്യം നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം. നൗ വി ഹാവ് ടു സീ ഫോർ എ പ്യുവർ റെസിസ്റ്റീവ് എലമെന്റ് the voltage across and the current through the elements are in phase. ഇപ്പൊ നമ്മൾ ഫേസർ ഡയഗ്രാം എന്താന്നുള്ളത് പറഞ്ഞു. ഫേസ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളത് പറഞ്ഞു അല്ലെ. ഒരു ഫേസ് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് പറഞ്ഞു. ലീഡിങ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞു. ലാഗിങ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ അത് വേണമെങ്കിൽ മുകളിൽ ഒന്നുകൂടെ വരയ്ക്കാം. അപ്പോൾ എനിക്ക് ഒരു വോൾട്ടേജ് വേവ് ഫോം എനിക്ക് ഇങ്ങനെയുണ്ട് എന്ന് വിചാരിക്കുക. അതിന്റെ കറണ്ട് രണ്ട് വോൾട്ടേജ് വേവ് ഫോം ഞാൻ വരയ്ക്കുക. ലീഡിങ്ങും ലാഗിങ്ങും കാണിക്കാം. മൂന്നെണ്ണം കാണിക്കാം. ഇവിടെ മൂന്നെണ്ണം വരച്ചു ഇവിടെ. ഓക്കെ, 3 വോൾട്ടേജ് വേവ് ഫോംസ് ഞാൻ ഇവിടെ വരച്ചു. ഇപ്പൊ ഈ വോൾട്ടേജ് വേവ് ഫോമിനനുസരിച്ച് എനിക്ക് 3 തരത്തിലുള്ള കറണ്ട് വേവ് ഫോംസ് അവൈലബിൾ ആണ്. ഇതിനകത്തുള്ള കറണ്ട് വേവ് ഫോം ഇങ്ങനെ തന്നെയാണ്. ഇപ്പൊ ഞാൻ ഈ വരച്ചിരിക്കുന്ന പോലെ ഇങ്ങനെയാണ് കറണ്ട് വേവ് ഫോം വരുന്നത് എന്നുണ്ടെങ്കിൽ ഇത് ഇൻ ഫേസ് ആണ്. കറണ്ടും വോൾട്ടേജും അല്ലെങ്കിൽ ഈ രണ്ട് വേവ് ഫോംസ് ഇൻ ഫേസ് ആണ്. അതിന് പകരം ഈ വോൾട്ടേജ് വേവ് ഫോം തുടങ്ങി കഴിഞ്ഞിട്ടാണ് കറണ്ട് വേവ് ഫോം തുടങ്ങുന്നത്. വോൾട്ടേജ് വേവ് ഫോം തുടങ്ങി കഴിഞ്ഞിട്ടാണ് കറണ്ട് വേവ് ഫോം തുടങ്ങുന്നത് എന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് കാണാം there is actually an angle phi അല്ലെ. വോൾട്ടേജ് തുടങ്ങിയിട്ടാണ് ഇവിടെ കറണ്ട് വേവ് ഫോം അല്ലെങ്കിൽ റെഡ് വേവ് ഫോം തുടങ്ങിയതിന് ശേഷമാണ് ഗ്രീൻ വേവ് ഫോം തുടങ്ങിയിരിക്കുന്നത്. സോ ദിസ് ഈസ് ആക്ച്വലി ലാഗിങ് ആണ്. ഈ രണ്ടാമത്തെ വേവ് ഫോം അല്ലെങ്കിൽ കറണ്ട് എന്ന് പറയുന്നത് ലാഗിങ് ആണ്. ഈ കേസിൽ നിങ്ങളുടെ ഫൈ എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കും. ഫൈ വിൽ ബി നെഗറ്റീവ്. മൂന്നാമത്തെ പോസിബിലിറ്റി നമുക്കുള്ളത് ഇതിന്റെ കറണ്ട് എന്ന് പറയുന്നത് ഇതിന് മുന്നേ തന്നെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. ഈ കറണ്ട് വേവ് ഫോം സ്റ്റാർട്ട് ചെയ്തതിന് ശേഷമാണ് എന്റെ വോൾട്ടേജ് വേവ് ഫോം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെയും എനിക്കൊരു ഫൈ ഉണ്ട്, ഫേസ്. ഇവിടെ എന്താ, കറണ്ട് ആദ്യം സ്റ്റാർട്ട് ചെയ്തു. സോ ദിസ് ഈസ് ലീഡിങ്. ലീഡിങ് ആവുന്ന സമയത്ത് നിങ്ങളുടെ ഫൈന്റെ വാല്യൂ എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരിക്കും. ഫൈന്റെ വാല്യൂ എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരിക്കും. ഇത് മനസ്സിലുണ്ടാവണം. ഇതിൽ ഈ കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അപ്പൊ ഇൻഫേസ്, ലാഗിങ്, ലീഡിങ് തമ്മിൽ എന്തെങ്കിലും ഇനിയും ഡൗട്ട് ഉണ്ടോ? ഇല്ലല്ലോ. ആ ഡൗട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇനി നമുക്ക് അങ്ങോട്ടുള്ളത് പറയുന്നത് മനസ്സിലാവില്ല. അതുകൊണ്ടാണ്. അപ്പോൾ 3 തരത്തിലുള്ള സംഭവം ഞാൻ വരച്ചു. ഇൻ ഫേസ് കറണ്ടും വോൾട്ടേജും ഇൻ ഫേസ് എന്ന് വരച്ചു. കറണ്ടും വോൾട്ടേജും, കറണ്ട് ഇവിടെ ലാഗ് ചെയ്യുന്നു എന്ന് നമ്മൾ പറഞ്ഞു. മൂന്നാമത്തെ കേസിൽ കറണ്ട് ലീഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. ഓക്കെ, ഈ കേസിൽ 3 കേസിലും എൻ്റെ കറണ്ട് വോൾട്ടേജ് വി എം സൈൻ ഒമേഗ ടി ആണെങ്കിൽ ഇവിടെ കറണ്ട് ഐ എം സൈൻ ഒമേഗ ടി തന്നെയായിരിക്കും. സൈൻ ഒമേഗ ടി തന്നെയായിരിക്കും. ഇവിടെ സൈനിന്റെ ഫേസിന്റെ വാല്യൂ നെഗറ്റീവ് ആണ്. അപ്പൊ ഇവിടെ കറണ്ട് എന്തായിരിക്കും? ഐ എം സൈൻ ഒമേഗ ടി മൈനസ് 5 ആയിരിക്കും. ഇവിടെ കറണ്ട് ലീഡിങ് ആണ്. അപ്പൊ ഇവിടുത്തെ കറണ്ട് ഐ എം സൈൻ ഒമേഗ ടി പ്ലസ് 5 ആയിരിക്കും. ഈ 3 കേസിലും നമുക്ക് എന്ത് പറയാം? കറണ്ട് എന്ന് പറയുന്നത് വി എം സൈൻ ഒമേഗ ടി ആണ് എന്ന് പറയാം. അപ്പൊ ഈ 3 കേസിലും കറണ്ടിന്റെ വാല്യൂ എന്താ? Current is, in 3 cases, current is Vm sin omega t. ഓക്കെ, ഈ കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാം. അങ്ങനെയാണെങ്കിൽ ഒരു പ്യൂർലി റെസിസ്റ്റീവ് എലമെന്റിൽ വോൾട്ടേജും കറണ്ടും ഇൻ ഫേസ് ആണെന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾ ഈ ഓരോന്നിനെയും നമ്മൾ അതിന്റെ ഫേസർ ഡയഗ്രാം വെച്ച് റെപ്രസെന്റ് ചെയ്യാമെന്ന് നമ്മൾ പറഞ്ഞു. ഫേസർ എന്ന് പറയുന്ന സമയത്ത് അതിന്റെ മാക്സിമം വാല്യൂ എന്താണോ അതിന്റെ ലെങ്ത്തിൽ നിങ്ങളൊരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക.
ആ എക്സ് ആക്സിസിലാണെങ്കിൽ അതിന്റെ വാല്യൂ 0, എന്നിട്ട് ആന്റി ക്ലോക്ക് വൈസ് ആയിട്ട് നിങ്ങൾ റൊട്ടേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങളുടെ ഫേസിന്റെ വാല്യൂ 0, 90, 180, 270 അങ്ങനെ മാറുമെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിക്കുകയുണ്ടായി. അപ്പൊ ഇവിടെ റെസിസ്റ്ററിന്റെ കേസിൽ ഞാൻ വി ഈക്വൽ വി എം സൈൻ ഒമേഗ ടി എന്നുള്ള വോൾട്ടേജ് ഞാൻ കൺസിഡർ ചെയ്തു. അപ്പൊ അതിനകത്ത് ഞാൻ അതിന്റെ വാല്യൂ ഞാൻ എഴുതി. വി ആർ എന്ന് എഴുതാനുള്ള കാരണം ദ വോൾട്ടേജ് അക്രോസ് റെസിസ്റ്റർ ആണ് ഈ പറയുന്നത്. വി ഈക്വൽ വി എം സൈൻ ഒമേഗ ടി എന്ന് പറയുന്നത് ഞാൻ അപ്ലൈ ചെയ്ത വോൾട്ടേജ് ആണ്. വി ആർ എന്ന് പറയുന്ന വോൾട്ടേജ് ആണ് എൻ്റെ റെസിസ്റ്ററിന് അക്രോസ് വന്നിരിക്കുന്നത്. അപ്പൊ ഞാൻ അതിനെ ഫേസ് 0 ആയിട്ട് വരച്ചു. കാരണം എന്താണ്? സൈൻ ഒമേഗ ടി ആണ്. സോ ഫൈ വാല്യൂ ഈസ് ഈക്വൽ ടു 0. ഫൈ വാല്യൂ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫേസർ റെപ്രസെന്റേഷൻ അനുസരിച്ച് അത് എക്സ് ആക്സിസിലാണ് വരിക. ഫേസർ റെപ്രസെന്റേഷൻ ഒന്നുകൂടി ഞാൻ ഇവിടെ വരയ്ക്കാം. ഇങ്ങനെ വരയ്ക്കുന്ന സമയത്ത് ഇത് 0 ഡിഗ്രി, ഇത് 90 ഡിഗ്രി, ഇത് 180 ഡിഗ്രി, ഇത് 270 ഡിഗ്രി. അപ്പൊ ഫൈ ആണ്, ഇത് ഓരോന്നും ഫൈ ആണ്. അപ്പൊ ഫൈ 0 എന്ന് പറയുമ്പോഴത്തേക്കും എക്സ് ആക്സിസിലാണ് വരുന്നത്. അപ്പൊ ഞാൻ എക്സ് ആക്സിസിൽ പാരലായിട്ട് ഒരു വാല്യൂ വരച്ചു. അതിന്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നതിന് അതിൽ കൂടെ കടന്നു പോകുന്ന, അല്ലെങ്കിൽ ഇതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് അതിൽ കൂടെ കടന്നു പോകുന്ന കറണ്ടിന്റെ മാക്സിമം വാല്യൂ ആണ്. അപ്പൊ അത് കാരണം ഒരു കറണ്ട് ഫ്ലോ ചെയ്യും. ആ കറണ്ട് ആണ് ഐ ഈക്വൽ ടു ഐ എം സൈൻ ഒമേഗ ടി. അത് കാരണം ഫ്ലോ ചെയ്യുന്ന കറണ്ട് ആണ് ഐ ഈക്വൽ ടു ഐ എം സൈൻ ഒമേഗ ടി. അപ്പൊ ഞാൻ ഇത് ഇവിടുന്ന് ഡിലീറ്റ് ചെയ്ത് കളയാം. ഇങ്ങനെ വീണ്ടും ഓവർ റൈറ്റ് ആയിപ്പോ. ഓക്കെ, അപ്പം അത് കാരണം റെസിസ്റ്ററിൽ കൂടെ കടത്തി വിട്ടപ്പോൾ എനിക്കൊരു കറണ്ട് ഫ്ലോ ചെയ്യേണ്ടായി. ആ കറണ്ട് ആണ് ഐ ഈക്വൽ ടു ഐ എം സൈൻ ഒമേഗ ടി എന്ന് പറയുന്ന ഒരു കറണ്ട് ഫ്ലോ ചെയ്തു. അപ്പൊ ആ കറണ്ട് എന്തായിരിക്കും? നമ്മളുടെ ഈ വോൾട്ടേജിന്റെ സെയിം ഫേസിലായിരിക്കും. കാരണം അതിനും ഫേസ് എന്തില്ല, അതിനും ഫേസ് ഷിഫ്റ്റ് ഇല്ല. കാരണം വി ഈക്വൽ ടു വി എം സൈൻ ഒമേഗ ടി ആണ്. റെസിസ്റ്റർ ആയത് കാരണം വോൾട്ടേജും കറണ്ടും ഇൻ ഫേസ് ആണ്. അപ്പൊ അത് കാരണം അതിലൂടെ കടന്നു പോകുന്ന കറണ്ട് വോൾട്ടേജിന്റെ സെയിം ഫേസിലാണ്, 0 ഡിഗ്രി ഫേസ് ആണ്. പക്ഷെ ഈ രണ്ടിന്റെയും ലെങ്ത് ഞാൻ ഡിഫറെന്റ് ആക്കി വരയ്ക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഈ ഐ ആർ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ വോൾട്ടേജ് ഡിവൈഡഡ് ബൈ റെസിസ്റ്റൻസ് ആണ്. അപ്പൊ അത് പണ്ടേ പറയണ്ടായി, റെസിസ്റ്റൻസിന്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 0 ആയതുകൊണ്ട് വോൾട്ടേജ് ഡിവൈഡഡ് ബൈ റെസിസ്റ്റൻസ് ചെയ്യുമ്പോൾ കിട്ടുന്നതിന്റെ വാല്യൂ വോൾട്ടേജിനെക്കാളും ചെറുതായിരിക്കും. അപ്പൊ അത് കാരണം ഇതിൽ ജനറേറ്റ് ചെയ്ത കറണ്ടിന്റെ വാല്യൂ വോൾട്ടേജിനെക്കാളും ചെറുതായിട്ട് ഞാൻ വരച്ചു. അപ്പൊ ഇത് രണ്ടും നമുക്ക് ഇൻ ഫേസ് ആയതുകൊണ്ട് നമുക്ക് അതിനെ ഇങ്ങനെ വരയ്ക്കാം. വോൾട്ടേജ് ആദ്യം വരയ്ക്കുന്നു, അതിന്റെ മുകളിലൂടെ നമ്മൾ കറണ്ട് വരയ്ക്കുന്നു. സോ വോൾട്ടേജ് ആൻഡ് കറണ്ട് ദേ ആർ ഇൻ ദ സെയിം ഫേസ്. അപ്പൊ നമ്മുടെ ഫേസർ ഡയഗ്രാം അനുസരിച്ച് നോക്കുന്ന സമയത്ത് ഞാൻ ഇവിടെ വരയ്ക്കാം ആ ഫേസ് റെപ്രസെന്റേഷൻ. 0 ഡിഗ്രി, ഇത് മനസ്സിൽ എപ്പോഴും വേണം. 90 ഡിഗ്രി, 180 ഡിഗ്രി, 270 ഡിഗ്രി, ഇത് മനസ്സിൽ വേണം എപ്പോഴും. അപ്പൊ രണ്ടും 0 ഡിഗ്രി. അപ്പൊ വോൾട്ടേജ് എന്ന് പറയുന്നതും ഇവിടെ വന്നു, ദിസ് ഇസ് വി ആർ. കറണ്ട് എന്ന് പറയുന്നതും ഇവിടെ വന്നു, ദിസ് ഇസ് ഐ ആർ. അപ്പൊ അതാണ് ഞാൻ എപ്പോഴും എനിക്ക് ആക്സസ് വരയ്ക്കില്ല, ഞാൻ നേരിട്ട് ഇങ്ങനെ വരച്ചു. അപ്പൊ എനിക്ക് വോൾട്ടേജിന്റെയും കറണ്ടിന്റെ റെപ്രസെന്റേഷൻസ് ഇങ്ങനെ കിട്ടി. ബോത്ത് ആർ ഇൻ ഫേസ് എന്ന് കിട്ടി. അപ്പം നമുക്കത് കാരണമുള്ള കറണ്ടിന്റെയും വോൾട്ടേജിന്റെയും വേവ് ഫോംസ് വരയ്ക്കാം. അപ്പൊ ഡാർക്കൻ ആക്കിയിട്ട് വരച്ചിരിക്കുക, അല്ലെങ്കിൽ ഡോട്ടഡ് അല്ലാതെ വരച്ചിരിക്കുന്ന എൻ്റെ വോൾട്ടേജ് വേവ് ഫോമും ഡോട്ടഡ് ആയിട്ട് വരച്ചിരിക്കുന്ന എൻ്റെ കറണ്ട് വേവ് ഫോമും. അപ്പൊ ഈ വേവ് ഫോം എന്ന് പറഞ്ഞാൽ മുകളിൽ വരച്ചിരിക്കുന്ന 3 വേവ് ഫോമിന്റെ ആദ്യത്തെ കാറ്റഗറിക്കകത്ത് പെട്ടു അല്ലെ? ആദ്യത്തെ കാറ്റഗറി എന്ന് പറഞ്ഞാൽ എന്താണ്? വോൾട്ടേജും കറണ്ടും ഇൻ ഫേസ്. അപ്പോൾ ഇവിടെ നോക്കുക, വോൾട്ടേജും കറണ്ടും തുടങ്ങുന്നത് ഒരേ സ്ഥലത്ത് നിന്നാണ് അല്ലെ? അതിന്റെ പോസിറ്റീവ് ഹാഫ് സൈക്കിള് എൻഡ് ചെയ്യുന്നത് ഒരേ സ്ഥലത്താണ്, നെഗറ്റീവ് ഹാഫ് സൈക്കിൾ എൻഡ് ചെയ്യുന്നതും ഒരേ സ്ഥലത്താണ്. അപ്പൊ രണ്ടിന്റെയും ഫ്രീക്വൻസി സെയിം ആണ്. നോക്കുക, വി ഈക്വൽ ടു വി എം സൈൻ ഒമേഗ ടി, ഇതിന്റെ ഫ്രീക്വൻസി ഒമേഗയാണ്, ഇതിന്റെ ഫ്രീക്വൻസി ഒമേഗയാണ്. രണ്ടും 2πf ആണ്. അപ്പൊ രണ്ടിന്റെയും ഫ്രീക്വൻസി സെയിം ആണ്. അപ്പൊ രണ്ടിന്റെ ഫ്രീക്വൻസി സെയിം ആവുമ്പം ഇതാണല്ലോ ഇതിന്റെ ടൈം പീരീഡ്. ഇവിടെ മുതൽ പോസിറ്റീവ് നെഗറ്റീവ് ഹാഫ് സൈക്കിൾ തീരുന്ന വരെയാണല്ലോ ടൈം പീരീഡ്. അപ്പൊ ഈ ടി ഈസ് ഈക്വൽ ടു 1/f എന്ന് പറയുന്നതും രണ്ടിനും സെയിം ആയിരിക്കും. അപ്പൊ ഒരു റെസിസ്റ്ററിനകത്ത് വോൾട്ടേജ് ആൻഡ് കറണ്ട് വേവ് ഫോംസ് ആർ ഇൻ ഫേസ്. ഇപ്പൊ ഇവിടെ നോക്കുക, നമ്മൾ വരച്ച വേവ് ഫോമിനകത്ത് വോൾട്ടേജിന്റെ മാക്സിമം വാല്യൂ ആണിത് അല്ലെ? ഈ കാണിച്ചിരിക്കുന്നതാണ് വി എം, ഈ കാണിച്ചിരിക്കുന്നതാണ് ഐ എം. കാണുമ്പോൾ തന്നെ അറിയാം വോൾട്ടേജിന്റെ വാല്യൂ കറണ്ടിന്റെ വാല്യൂവിനേക്കാളും കൂടുതലാണ്. കാരണം എന്താണ്? കറണ്ട് ഈസ് ഈക്വൽ ടു വി ഡിവൈഡഡ് ബൈ ആർ. സോ ദ ഐ വാല്യൂ വിൽ ബി ലെസ്സർ ദാൻ ദ വി വാല്യൂ. അപ്പം ഇതാണ് ഒരു റെസിസ്റ്ററിലൂടെ ഒരു എ സി വേവ് ഫോം കടന്നു പോകുമ്പോൾ അതിന്റെ വോൾട്ടേജും കറണ്ടും തമ്മിലുള്ള ബന്ധം. അത് രണ്ടും ഇൻ ഫേസിലാണ്. നമ്മൾ ആദ്യം വരച്ചിരിക്കുന്ന പോലെ
വോൾട്ടേജിന്റെ കറണ്ടിന്റെയും ഫ്രീക്വൻസി സെയിം ആണ്. രണ്ടും തുടങ്ങുന്ന ഒരേ സ്ഥലത്ത് നിന്നാണ്. രണ്ടിന്റെയും ഫേസ് സെയിം ആണ്. ഓക്കെ, ക്ലിയർ ആണോ? അപ്പം അങ്ങനെയാണെങ്കിൽ അത് വെച്ചുകൊണ്ട് നമുക്ക് ഒരു പ്യുവർ റെസിസ്റ്ററിനകത്ത് പവർ കൺസ്യൂം ചെയ്യുന്നത് എത്രയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ഓൾറെഡി അറിയാം, ഞാൻ പവർ 3 തരത്തിലുള്ള പവറുകളുണ്ട്. അതിനെപ്പറ്റി ഞാൻ ഇപ്പം പറഞ്ഞിട്ടില്ല, അത് ഞാൻ പറയുള്ളൂ അടുത്ത സമയത്ത്. അപ്പോൾ പവർ എന്ന് പറയുന്നത് VI cos phi ആണ്. VI cos phi. ഈ cos phi എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ആംഗിൾ ബിറ്റ്വീൻ ദ വോൾട്ടേജ് ആൻഡ് ദ കറണ്ട്. നമ്മളിപ്പോൾ ഒരു ഫേസർ വരയ്ക്കുന്ന സമയത്ത് വോൾട്ടേജും കറണ്ടും തമ്മിലുള്ള ആംഗിളിനാണ്. അപ്പോൾ നമ്മൾ ഒരു ഫേസർ നമ്മൾ ഇങ്ങനെ വരച്ചു, രണ്ടാമത്തെ ഫേസർ ഞാൻ ഇങ്ങനെ വരച്ചു. ഇതാണ് ആക്ച്വലി ഫൈ എന്ന് പറയുന്നത്. ഓക്കെ, പക്ഷെ നമ്മളുടെ കേസിൽ എങ്ങനെയാണ് പ്രീവിയസ് എന്ന് മനസ്സിലാവുന്ന? വോൾട്ടേജും കറണ്ടും ഒരേ ഡയറക്ഷനിലാണ്. ഈ കേസിൽ ഫൈൻ്റെ വാല്യൂ 0 ആണ് അല്ലേ? ഇൻ ദിസ് കേസ് യുവർ ഫൈ വാല്യൂ ഈസ് ഈക്വൽ ടു 0 റെസിസ്റ്ററിന്റെ കേസിൽ. So V is equal to Vm sin omega t, I is equal to Im sin omega t. So V and I are in phase. So what happens is that the value of phi is equal to 0. So value phi equal to 0 ആയതുകൊണ്ട് cos phi ന്റെ വാല്യൂ 1 ആയി. അപ്പോൾ പവറിന്റെ വാല്യൂ എന്തായി? P is equal to VI cos phi ൽ cos phi ന് 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. So it is VI. So the power consumed by a pure resistor P is equal to V into I. സംശയമില്ലല്ലോ, ഇറ്റ് ഈസ് V into I. ഇതിൽ V എന്ന് പറയുന്നതും I എന്ന് പറയുന്നതും ആക്ച്വലി ദേ ആർ ദ RMS വാല്യൂ ഓഫ് ദി വോൾട്ടേജ് ആൻഡ് ദ കറണ്ട്. ഹിയർ V and I ആർ ദി RMS വാല്യൂ ഓഫ് ദി വോൾട്ടേജ് ആൻഡ് ദി കറണ്ട്. ക്ലിയർ ആണോ? അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ റെസിസ്റ്ററിൽ പറഞ്ഞ കാര്യങ്ങൾ, വോൾട്ടേജ് എന്ന് പറയുന്നത് Vm sin omega t കൊടുത്തു കഴിഞ്ഞാൽ Im sin omega t എന്ന് പറയുന്ന ഒരു കറണ്ട് ജനറേറ്റ് ചെയ്യും. ഇതിനകത്ത് വോൾട്ടേജും കറണ്ടും ഇൻ ഫേസിലാണ്. ഓക്കെ, വോൾട്ടേജും കറണ്ടും ഇൻ ഫേസിലാണ്. ഇതിനകത്ത് ജനറേറ്റ് ചെയ്യുന്ന പവർ എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് ഇൻറ്റു കറണ്ട് V ഇൻറ്റു I ആണ്. അപ്പോൾ ഫേസർ ഡയഗ്രാം വരച്ചു കഴിഞ്ഞാൽ വോൾട്ടേജും കറണ്ടും ഇൻ ഫേസ് ആയിട്ടായിരിക്കും നമ്മളുടെ ഫേസർ റെപ്രസെൻറ്റേഷൻസിൽ കാണിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ റെസിസ്റ്ററിൻ്റെ ഒരു കാര്യം. ഇനി ഇതേ കാര്യം തന്നെ നമുക്ക് ഇൻഡക്ടറിലും കപ്പാസിറ്ററിലും കൂടിയാണ് നോക്കാനുള്ളത്. ദെൻ ഫൈനലി വി വിൽ ബി കംപ്ലീറ്റിംഗ് ദിസ് കമ്പാരിസൺ ടേബിൾ. So response of an inductor in an AC circuit. അപ്പോൾ നമ്മൾ റെസിസ്റ്റൻസ് വരച്ച പോലെ തന്നെ നമ്മളിവിടെ ഇൻഡക്ടർ വരച്ചു. കൊടുക്കുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് V is equal to Vm sin omega t തന്നെയാണ്. ആ Vm sin omega t കൊടുത്തത് കാരണം ഒരു കറണ്ട് ഇവിടെ ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം മോളിൽ വരച്ച അതിനെപ്പറ്റി ഇപ്പോൾ തൽക്കാലം ബോധറുണ്ട്, അത് ഞാൻ പറയാൻ പോകുന്നേ ഉള്ളൂ. സോ ഇൻ ദിസ് പർട്ടിക്കുലർ സിനാരിയോ ദ റെസിസ്റ്റർ ഈസ് റീപ്ലേസ്ഡ് വിത്ത് എൻ ഇൻഡക്ടർ. നമ്മൾ റെസിസ്റ്റർ വെച്ച് പറഞ്ഞ അതേ സംഭവം തന്നെ നമ്മൾ ഇൻഡക്ടർ വെച്ച് പറയാൻ പോകും. അപ്പോൾ നമ്മൾ അവിടെ കാണാൻ ഇൻഡക്ടർ വരച്ചിട്ടുണ്ട്. ഇൻഡക്ടർ റെപ്രസെന്റ് ചെയ്യുന്നത് L ആണ് എന്ന് നമുക്കറിയാം. അപ്പം ഞാൻ R മാറ്റി അവിടെ L കൊടുത്തിട്ടുണ്ട്. ഇൻസ്റ്റന്റേനിയസ് വാല്യൂ ഓഫ് ദ വോൾട്ടേജ് എന്ന് പറയുന്നത് കൊടുക്കുന്ന സെയിം തന്നെയാണ്. V is equal to Vm sin omega t എന്ന് പറയുന്നത് ഇൻസ്റ്റന്റേനിയസ് വാല്യൂ ഓഫ് വോൾട്ടേജ് ഞാൻ ഇവിടെ കൊടുത്തു. അപ്പോൾ ഇതിനകത്ത് ദ വോൾട്ടേജ് അക്രോസ് ദ ഇൻഡക്ടർ എന്ന് പറയുന്നത് എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്ക് ഇൻഡക്ടറിന്റെ വോൾട്ടേജും കറണ്ടും തമ്മിലുള്ള റിലേഷൻ നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട് അല്ലേ? വോൾട്ടേജ് അക്രോസ് എൻ ഇൻഡക്ടർ ഈസ് പ്രൊപ്പോർഷണൽ ടു ദി ഡെറിവേറ്റീവ് ഓഫ് കറണ്ട് ഫ്ലോയിങ് ത്രൂ ദാറ്റ് എന്ന് പഠിച്ചിട്ടുണ്ട്. V ഈസ് പ്രൊപ്പോർഷണൽ ടു di/dt എന്ന് പഠിച്ചിട്ടുണ്ട്. ഈ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് ആണ് ഇൻഡക്റ്റൻസ് L. V ഈസ് ഈക്വൽ ടു L ഇൻറ്റു di/dt എന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പം നമുക്കിവിടെ യൂസ് ചെയ്യാം. അത് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ V is equal to Vm sin omega t എന്ന വോൾട്ടേജ് കൊടുത്താൽ ഇൻഡക്ടറിലൂടെ ജനറേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇൻഡക്ടറിലൂടെ കടന്നു പോകുന്ന കറണ്ടിന്റെ എക്സ്പ്രഷൻ കാണാൻ പോവാം. അതിനുവേണ്ടി നമുക്ക് റെസിസ്റ്റൻസ് ചെയ്തപ്പോൾ നമ്മൾ അവിടെ റെസിസ്റ്റൻസിനകത്ത് വോൾട്ടേജും കണ്ട് നമ്മളുടെ ബന്ധം കണ്ടു. I is equal to V/R. അതുപോലെ ഇൻഡക്ടറിനകത്തുള്ള വോൾട്ടേജ് ആൻഡ് കറണ്ട് റിലേഷൻ ആണിത്. V is equal to L into di/dt. അപ്പൊ നമുക്കിവിടെ V അറിയാം, I ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ നമ്മൾ VL is equal to L into di/dt എന്നുള്ളതിന് താഴെയുള്ള dt മുകളിലേക്ക് കൊണ്ടുപോയി. അപ്പൊ എന്തുവായി? L into di is equal to V into dt എന്ന് കിട്ടി. L into di is equal to V into dt. ഇതിനകത്ത് ഇതേ എക്സ്പ്രഷനെ തന്നെ മാറ്റി എഴുതാണ്. ഈ dt ഇങ്ങോട്ട് കൊണ്ടുപോയാൽ മതി. അപ്പൊ V into dt is equal to L into di.
ഇതിൽ വി എന്താന്ന് നമുക്കറിയാലോ, വി ഈസ് ഈക്വൽ ടു വി എം സൈൻ ഒമേഗ ടി. അപ്പൊ ഞാൻ ആ വി അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, വി ഈസ് ഈക്വൽ ടു വി എം സൈൻ ഒമേഗ ടി. ഇനി എന്ത് ചെയ്യണം, നമുക്ക് ഐ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഡി എ എന്നുള്ള ടേമും കിട്ടിക്കഴിഞ്ഞാൽ ആ ടേമിനെ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഐ കിട്ടും. അപ്പൊ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ള എല്ലിനെയും കൂടി റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുപോകണം. അപ്പോൾ എല്ല് കൊണ്ട് ഡിവൈഡ് ചെയ്തു മുകളിലും താഴെയും. അപ്പൊ ഡി എ ഈസ് ഈക്വൽ ടു വി എം ബൈ എൽ സൈൻ ഒമേഗ ടി ഡി ടി എന്ന് കിട്ടി. ഡി ഐ ഈസ് ഈക്വൽ ടു വി എം ബൈ എൽ സൈൻ ഒമേഗ ടി ഡി ടി. നമുക്ക് റെസിസ്റ്റൻസിൽ കിട്ടിയത് ആലോചിക്കുക. ഐ ഈസ് ഈക്വൽ ടു വി എം ബൈ ആർ സൈൻ ഒമേഗ ടി. അവിടെ ഡി ഐ ഇല്ല, ഡി ടി ഇല്ല. ഇവിടെ ഡി ഐ ഉണ്ട്, ഡി ടി ഉണ്ട്. സോ ഇഫ് യു വാണ്ട് ടു ഫൈൻഡ് ഐ, യു വിൽ ഹാവ് ടു ഇന്റഗ്രേറ്റ് ദിസ്. അപ്പൊ ഞാൻ ഈ ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യാൻ പോവാണ്. അപ്പം ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇന്റഗ്രൽ ഡി ഐ ഈസ് ഈക്വൽ ടു ഐ. റൈറ്റ് ഹാൻഡ് സൈഡിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇന്റഗ്രൽ വി എം ബൈ എൽ സൈൻ ഒമേഗ ടി ഡി ടി. അതിൽ വി എമ്മും കോൺസ്റ്റന്റ് ആണ്, എല്ലും കോൺസ്റ്റന്റ് ആണ്. അപ്പൊ വി എമ്മും എല്ലും ഞാൻ പുറത്തെടുത്തു. ഐ ഈസ് ഈക്വൽ ടു വി എം ബൈ എൽ ഇന്റഗ്രൽ സൈൻ ഒമേഗ ടി ഡി ടി. ഈ സൈൻ ഒമേഗ ടി ഡി ടിനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ ഞാൻ ആ ടേമിനെ ഒന്നുകൂടെ എടുത്തെഴുതി. ഐ ഈസ് ഈക്വൽ ടു വി എം ബൈ എൽ ഇന്റഗ്രൽ സൈൻ ഒമേഗ ടി ഡി ടി. അപ്പൊ ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ സൈൻ ഒമേഗ ടി ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്താ കിട്ടുക? യു വിൽ ബി ഗെറ്റിംഗ് മൈനസ് കോസ് ഒമേഗ ടി ഡിവൈഡഡ് ബൈ ഒമേഗ. സൈൻ ഒമേഗ ടിയുടെ ഇന്റഗ്രൽ മൈനസ് കോസ് ഒമേഗ ടി ഡിവൈഡഡ് ബൈ ഒമേഗ. അതിൽ ഈ ഒമേഗ എന്ന് പറയുന്നതും കോൺസ്റ്റന്റ് ആണ്. മൈനസ് കോസ് ഒമേഗ ടിനെ എനിക്കൊന്ന് റീറൈറ്റ് ചെയ്ത് എഴുതണം, മൈനസ് കോസ് ഒമേഗ ടിനെ. അപ്പൊ എന്ത് ചെയ്തു, ഒമേഗനെ ഞാൻ കോൺസ്റ്റന്റുകളുടെ കൂടെ കൊണ്ടുവന്നു. അപ്പൊ വി എം ബൈ ഒമേഗ എൽ ഇൻറ്റു മൈനസ് കോസ് ഒമേഗ ടി. ഇനി ട്രിഗ്നോമെട്രിക് ഐഡന്റിറ്റി അനുസരിച്ച് മൈനസ് കോസ് ഒമേഗ ടി എന്ന് പറയുന്നതിനെ നമുക്ക്, അതായത് നമ്മുടെ വോൾട്ടേജ് വേവ് ഫോം എന്തായിരുന്നു? വി ഈസ് ഈക്വൽ ടു വി എം സൈൻ ഒമേഗ ടി ആയിരുന്നു എൻ്റെ വോൾട്ടേജ് വേവ് ഫോം. അപ്പോൾ എൻ്റെ കറണ്ട് വേവ് ഫോമും സൈനിന്റെ പേരിൽ തന്നെ വരണം, എന്നാൽ എനിക്ക് കമ്പയർ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ ഇവിടെ കിട്ടിയിരിക്കുന്നത് എന്താ? കൊസൈനിന്റെ പേരിലാണ്. അപ്പൊ ഈ മൈനസ് കൊസൈനെ എനിക്ക് സൈനിന്റെ പേരിൽ എഴുതാൻ പറ്റുമോ എന്നുള്ളതാണ് ചെയ്യാൻ പോകുന്നത്. സോ മൈനസ് കൊസൈനെ എന്ത് എഴുതാൻ പറ്റും? മൈനസ് കോസ് ഒമേഗ ടി ഈസ് ഈക്വൽ ടു സൈൻ ഒമേഗ ടി മൈനസ് 90. നിങ്ങൾ ട്രിഗ്നോമെട്രിക് ഐഡന്റിറ്റി പഠിച്ചിട്ടുണ്ട്. സൈൻ തീറ്റ മൈനസ് 90 ഈസ് ഈക്വൽ ടു മൈനസ് കോസ് തീറ്റ എന്ന് നിങ്ങൾ ട്രിഗ്നോമെട്രിക് ഐഡന്റിറ്റി പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ കിട്ടിയിരിക്കുന്ന മൈനസ് കോസ് ഒമേഗ ടി ആണ്, തീറ്റയുടെ സ്ഥാനത്ത് ഒമേഗ ടി ആണ്. അപ്പൊ മൈനസ് കോസ് ഒമേഗ ടിനെ എങ്ങനെ എഴുതാം? സൈൻ ഒമേഗ ടി മൈനസ് 90 എന്ന് എഴുതാം. അപ്പൊ ഐ ഈസ് ഈക്വൽ ടു വി എം ബൈ ഒമേഗ എൽ സൈൻ ഒമേഗ ടി മൈനസ് 90 എന്ന് കിട്ടി കറന്റിന്റെ എക്സ്പ്രഷൻ. അതിനകത്ത് ജനറൽ ആയിട്ടുള്ള എക്സ്പ്രഷൻ എങ്ങനെയാണ്? ഐ ഈസ് ഈക്വൽ ടു ഐ എം സൈൻ ഒമേഗ ടി മൈനസ് 90 എന്ന് എഴുതാം. അപ്പൊ ഐ എം എന്ന് പറയുന്നത് എന്തായിരിക്കും? വി എം ബൈ ഒമേഗ എൽ ആയിരിക്കും. ഐ എം എന്ന് പറയുന്നത് വി എം ബൈ ഒമേഗ എൽ ആയിരിക്കും. ഓക്കെ, അതില് നമുക്ക് അറിയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് വേഫിന്റെ മുകളിൽ എഴുതുന്നത് വി ഈക്വൽ ടു വി എം സൈൻ ഒമേഗ ടി ആണ്. അപ്പൊ കറണ്ട് റെസിസ്റ്ററിൽ എങ്ങനെയാണ് കിട്ടിയത്? ഐ എം സൈൻ ഒമേഗ ടി എന്ന് തന്നെയാണ് കിട്ടിയത്. പക്ഷെ ഇൻഡക്ടറിൽ എങ്ങനെയാണ് കിട്ടിയത്? ഐ എം സൈൻ ഒമേഗ ടി മൈനസ് 90. ഇവിടെ ചെറിയൊരു വ്യത്യാസമുണ്ട്. ഈ ബ്രാക്കറ്റ് ഇവിടെയാണ് കേട്ടോ, സൈൻ ഇവിടെ അങ്ങനെ തന്നെയാണ്, ഈ ബ്രാക്കറ്റ് ഇവിടെയാണ്. സൈൻ ഒമേഗ ടി മൈനസ് 90. അപ്പൊ വി ഈസ് ഈക്വൽ ടു വി എം സൈൻ ഒമേഗ ടി എന്ന് കിട്ടി ആണ്. അപ്പം സോറി, വി ഈസ് ഈക്വൽ ടു വി എം സൈൻ ഒമേഗ ടി ആണ്. ഐ ഈസ് ഈക്വൽ ടു ഐ എം സൈൻ ഒമേഗ ടി മൈനസ് 90 എന്ന് എനിക്ക് കിട്ടി. അപ്പൊ നമുക്ക് എന്ത് കൺക്ലൂഡ് ചെയ്യാം? ഇൻ എ പ്യുവർലി ഇൻഡക്റ്റീവ് സർക്യൂട്ട് കറന്റ് ലാഗ്സ് ബിഹൈൻഡ് വോൾട്ടേജ് ബൈ 90 ഡിഗ്രി. അപ്പൊ വോൾട്ടേജ് വി എം സൈൻ ഒമേഗ ടി ആണെങ്കിൽ കറണ്ട് ഐ എം സൈൻ ഒമേഗ ടി മൈനസ് 90 ആണ്. അപ്പൊ ഇവിടുത്തെ ഫേസ് എന്ന് പറയുന്നത് മൈനസ് 90 ആണ്. അപ്പോൾ നിങ്ങളുടെ ഫൈ എന്ന് പറയുന്നത് നെഗറ്റീവ് ആകുമ്പോൾ നമുക്കറിയാം ഓട്ടോമാറ്റിക്കലി ലാഗിങ് ആണ് വരുന്നത്. ഫൈ നെഗറ്റീവ് ആണെങ്കിൽ ലാഗിങ് ആണ്, ഫൈ പോസിറ്റീവ് ആണെങ്കിൽ ലീഡിങ് ആണ്. ഇപ്പൊ ഇൻഡക്ടറിൽ എന്താ കിട്ടിയത്? കറണ്ട് വോൾട്ടേജിനെ ലാഗ് ചെയ്യുന്നു. എത്ര ഡിഗ്രി? 90 ഡിഗ്രി ലാഗ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് ആ ഡെറിവേഷനിൽ നിന്ന് നമുക്ക് അത് കണ്ടുപിടിക്കാൻ പറ്റി. ഓക്കെ, അപ്പോൾ നമുക്ക് അതിന്റെ ബാക്കി കാര്യങ്ങളിലേക്ക് വരാൻ പോവാണ്. അപ്പൊ ഞാൻ ആ സെയിം സംഭവം തന്നെ നമ്മളിവിടെ എടുത്തു. ഓക്കെ, അപ്പൊ ഐ എം ഈസിക്കൽ ടു വി എം ബൈ ഒമേഗ എൽ നമുക്ക് പ്രീവിയസ് സ്ലൈഡിൽ കിട്ടിയിരുന്നു. ഐ എം ഈസിക്കൽ ടു, അത് റെസിസ്റ്ററിനകത്ത് ഐ ആർ ഈസിക്കൽ ടു അല്ലെങ്കിൽ ഐ ഈസിക്കൽ ടു വി ബൈ ആർ എന്ന് പറയുന്ന പോലെ, അല്ലെങ്കിൽ ഐ എം ഈസിക്കൽ ടു വി എം ബൈ ആർ എന്ന് പറയുന്ന പോലെ ഇൻഡക്ടറിൽ കിട്ടുക ഐ എം ഈസിക്കൽ ടു വി എം ബൈ ഒമേഗ എൽ എന്നാണ്.
ഓക്കെ. അപ്പൊ രണ്ട് സൈഡിനെയും ഞാൻ √2 കൊണ്ട് ഡിവൈഡ് ചെയ്യാണ്. അപ്പൊ Im/√2 ഈസ് ഈക്വൽ ടു Vm/√2 ബൈ ഒമേഗ എൽ എന്ന് കിട്ടി. അപ്പോൾ Im/√2 എന്ന് പറയുന്നത് എന്താണ്? RMS വാല്യൂ ആണ്. Vm/√2 എന്ന് പറയുന്നതും RMS വാല്യൂ ആണ്. അപ്പോൾ RMS വാല്യൂ എടുക്കുന്ന സമയത്തും I ഈസ് ഈക്വൽ ടു V/ωL എന്ന് തന്നെ എനിക്ക് കിട്ടും. അപ്പം പീക്ക് വാല്യൂ ആണെങ്കിലും Im ഈസ് ഈക്വൽ ടു Vm/ωL, RMS വാല്യൂ ആണെങ്കിലും I ഈസ് ഈക്വൽ ടു V/ωL എന്ന് തന്നെ കിട്ടും. ഇതിനകത്ത് ഇപ്പം നമ്മുടെ ഈ എക്സ്പ്രഷനകത്ത് I എന്ന് പറയുന്നത് V എന്ന് പറയുന്നതും RMS വാല്യൂ ആണ്. ഇനി ഇതിനകത്ത് ഈ ωL എന്ന് പറഞ്ഞൊരു സാധനം ഇവിടെ കിടപ്പുണ്ട്. ഈ ωL എന്താണ് എന്നുള്ളതാണ് നമുക്ക് കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പൊ അതിനുവേണ്ടി നമുക്ക് ആകെ പറയാവുന്ന ഒരു ജനറൽ കാര്യം എന്ന് പറഞ്ഞാൽ ഒപ്പോസിഷൻ ഈസ് ഈക്വൽ ടു കോസ് ഡിവൈഡഡ് ബൈ എഫക്റ്റ്. അത് ഏതൊരു സർക്യൂട്ട് എടുത്തു കഴിഞ്ഞാലും അത് കോമൺ ആണ്. ഒപ്പോസിഷൻ എന്താണ്? അത് റെസിസ്റ്റൻസ് എന്ന് പറയുന്നില്ലേ, ആ ഒപ്പോസിഷൻ എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് മാത്രം ആവണമെന്നില്ല. അപ്പൊ അത് നമുക്ക് അറിയുന്നൊരു പേരാണ് റെസിസ്റ്റൻസ്. അപ്പൊ ഒപ്പോസിഷൻ എന്ന് പറയുന്നത് എപ്പോഴും കോസ് ഡിവൈഡഡ് ബൈ എഫക്റ്റ് ആയിരിക്കും. ഒപ്പോസിഷൻ ഈസ് ഓൾവേസ് കോസ് ഡിവൈഡഡ് ബൈ എഫക്റ്റ്. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും? കോസ് എന്ന് പറയുന്നത് എപ്പോഴും ഞാൻ കൊടുക്കുന്ന വോൾട്ടേജ് ആണ്. ആ വോൾട്ടേജ് കാരണം എന്തുണ്ടാവുന്നു? ഒരു കറണ്ട് ഉണ്ടാവുന്നു. അപ്പൊ ആ എഫക്റ്റ് എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? കറണ്ട് ആയിരിക്കും. ഈ ഒപ്പോസിഷൻ എന്ന് പറയുന്നതിന്റെ ടെർമിനോളജീസ് മാത്രമേ മാറുള്ളൂ. നമുക്കറിയുന്നൊരു ഒപ്പോസിഷനാണ് റെസിസ്റ്റൻസ്, അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇൻഡക്ടറിന്റെ കേസിൽ ആ ഒപ്പോസിഷൻ എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് എന്നൊരു പേരിലല്ല അറിയപ്പെടുന്നത്. നമുക്കത് എന്താണ് എന്നുള്ളതാണ് നോക്കേണ്ടത്. ഓക്കെ. അപ്പോൾ ഇവിടെ നമ്മൾ ഈ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ മുകളിലത്തെ എന്നറിയാം I ഈസ് ഈക്വൽ ടു V/ωL എന്ന് ജസ്റ്റ് മുകളിൽ ഇക്വേഷൻ ഉണ്ട്. അപ്പൊ അതിനകത്ത് നിന്ന് V/I കണ്ടു കഴിഞ്ഞാൽ എന്ത് കിട്ടും? V/I ഈസ് ഈക്വൽ ടു ωL എന്നുള്ളത്. അതായത് ഈ ഇക്വേഷൻ 1, ആ ഇക്വേഷൻ 1നെ റീറൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? റീറൈറ്റ് ചെയ്യുക ഇക്വേഷൻ 1, V/I ഈസ് ഈക്വൽ ടു ωL എന്ന് കിട്ടും. ഈ ωL എന്ന് പറയുന്നതാണ് XL അഥവാ ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ്. അപ്പോൾ ഒരു കറണ്ട് ഫ്ലോവിനെ ഒപ്പോസ് ചെയ്യാൻ ഒരു ഇൻഡക്റ്റൻസ് കാണിക്കുന്ന പ്രവണതയ്ക്കാണ് നമ്മൾ ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് എന്ന് പറയുന്നത്. ഈ ഇൻഡക്റ്റീവ് റിയാക്റ്റൻസിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് തന്നെയാണ് ഒമേഗ. ഓക്കെ. പക്ഷെ അപ്പൊ നമ്മൾ ഒരിക്കലും ഇൻഡക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറയില്ല. ദ റീസൺ ഈസ് ദാറ്റ് റെസിസ്റ്റൻസ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ഫ്രീക്വൻസി. ഇറ്റ് ഈസ് ഓൾവേസ് എ കോൺസ്റ്റന്റ്. 10 ഓമിന്റെ ഒരു റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ അത് നമ്മൾ അതിലേക്ക് ഒരു DC സിഗ്നൽ കൊടുത്താലും, ഒരു 100 ഹെർട്സ് സിഗ്നൽ കൊടുത്താലും, ഒരു 1 kHz സിഗ്നൽ കൊടുത്താലും, ഒരു 100 kHz സിഗ്നൽ കൊടുത്താലും, അതായത് ഏത് ഫ്രീക്വൻസിയുള്ള സിഗ്നൽ കൊടുത്താലും ആ റെസിസ്റ്റൻസ് ഓഫർ ചെയ്യുന്ന റെസിസ്റ്റൻസിന്റെ വാല്യൂ എപ്പോഴും 10 ഓം ആയിരിക്കും. അത് വ്യത്യാസപ്പെടില്ല. പക്ഷെ നമ്മൾ കൊടുക്കുന്ന സിഗ്നലിനനുസരിച്ചിട്ട് ഈ റെസിസ്റ്റൻസിന്റെ വാല്യൂ വേരി ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ റിയാക്റ്റൻസ് എന്ന് പറയുക. സോ ഹൗ ക്യാൻ യു ഡിഫൈൻ എ റിയാക്റ്റൻസ്? റിയാക്റ്റൻസ് ഇസ് resistance which depends on input signal frequency. ഇൻപുട്ട് സിഗ്നൽ ഫ്രീക്വൻസിക്ക് അനുസരിച്ച് റെസിസ്റ്റൻസ് മാറുന്നുണ്ടെങ്കിൽ ആ ഒരു പ്രതിഭാസത്തിന് പറയുന്ന പേരാണ് റിയാക്റ്റൻസ് എന്ന് പറയുന്നത്. ഇവിടെ തന്നെ നമ്മൾ പറഞ്ഞു ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് എന്ന് പറയുന്നത് XL ആണെന്ന് പറഞ്ഞു അല്ലെ. എപ്പോഴും ഒപ്പോസിഷൻ ഈസ് ഈക്വൽ ടു കോസ് ബൈ എഫക്റ്റ് ആണ്. അപ്പൊ റെസിസ്റ്റൻസിന്റെ കേസിൽ V ഈസ് ഈക്വൽ ടു IR ആണ്. അപ്പൊ അവിടെ V/I എന്ന് പറയുന്നത് R ആണ്. ഇൻഡക്റ്റൻസിന്റെ കേസിൽ V ഈസ് ഈക്വൽ ടു I ഇൻറ്റു ωL ആണ്. അപ്പൊ V/I എന്ന് പറയുന്നത് ωL ആണ്. ആ ωL-നെയാണ് നമ്മൾ XL അഥവാ ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പൊ XL ഈസ് ഈക്വൽ ടു ωL where omega is 2πfL. ഇത് നമുക്ക് എന്ത് മനസ്സിലാക്കാം? Your XL is proportional to frequency. Inductive reactance is proportional to frequency. That is, if the frequency of the input signal increases, the opposition provided by the inductor also increases. എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്നത് ഒരു DC സിഗ്നൽ ആണെങ്കിൽ അതിന് ഫ്രീക്വൻസി ഇല്ല. അപ്പോൾ അത്
ആ സമയത്തുള്ള ഈ ഇൻഡക്ടറിന്റെ റിയാക്ടൻസ് അഥവാ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 0ആണ്. നമ്മൾ ആ സിഗ്നലിന്റെ ഫ്രീക്വൻസി ഇങ്ങനെ കൂട്ടുക, 100 ഹെർട്സ്, 1 കിലോ ഹെർട്സ്, 10 കിലോ ഹെർട്സ്, 100 കിലോ ഹെർട്സ് എന്ന രീതിയിൽ ഞാൻ ആ സിഗ്നലിന്റെ ഫ്രീക്വൻസി ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ഈ ഇൻഡക്ടർ അതിനെ ഒപ്പോസ് ചെയ്യാനുള്ള കഴിവും വർദ്ധിച്ചുകൊണ്ടിരിക്കും. ദാറ്റ് ഈസ് if the frequency increases, inductive reactance also increases. അപ്പോൾ റിയാക്ടൻസും റെസിസ്റ്റൻസും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കണം. റെസിസ്റ്റൻസ് അതിലൂടെ കടന്നു പോകുന്ന സിഗ്നൽ ഏതാണെങ്കിലും ഒരേ ഓപ്പോസിഷനാണ് കൊടുത്തുകൊണ്ടിരിക്കുക. റിയാക്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന സിഗ്നലിന്റെ ഫ്രീക്വൻസി മാറുന്നതിനനുസരിച്ച് ഈ ഓപ്പോസിഷൻ മാറിക്കൊണ്ടിരിക്കും. അതാണ് റിയാക്ടൻസ് എന്ന് പറയുന്നത്. ഇൻഡക്റ്റീവ് റിയാക്ടൻസിന്റെ കേസിൽ എങ്ങനെയാ? ഇൻപുട്ട് സിഗ്നലിന്റെ ഫ്രീക്വൻസി അല്ലെങ്കിൽ അതിലൂടെ കടന്നു പോകുന്ന സിഗ്നലിന്റെ ഫ്രീക്വൻസി കൂടുന്നതിനനുസരിച്ച് ആ ഇൻഡക്ടർ പ്രൊവൈഡ് ചെയ്യുന്ന ഓപ്പോസിഷൻ കൂടിക്കൊണ്ടിരിക്കും. ദാറ്റ് ഈസ് വെൻ ദ ഫ്രീക്വൻസി ഇൻക്രീസസ്, ഇൻഡക്റ്റീവ് റിയാക്ടൻസ് ഓൾസോ ഇൻക്രീസസ്. എനി ഡൗട്ട്സ്? ക്ലിയർ ആണ്? അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്യുവർലി ഇൻഡക്റ്റീവ് സർക്യൂട്ടിന്റെ വേവ് ഫോമുകളും ഫേസർ ഡയഗ്രാം കൂടിയാണ് നമുക്ക് നോക്കേണ്ടത്. നമുക്ക് ഓൾറെഡി അറിയാം വോൾട്ടേജ് എന്ന് പറയുന്നത് V = Vm sin ωt ആണ്. അപ്പൊ അവിടെ ഫേസ് ഇല്ല, അവിടെ φ = 0 ആണ് അല്ലെ. അപ്പൊ നമുക്ക് എക്സ് ആക്സിസിന് പാരലായിട്ട് ഒരു വോൾട്ടേജ് വേവ് ഫോം വരയ്ക്കാം. VL എന്ന് പറഞ്ഞു, കാരണം അത് ഇൻഡക്ടറിന്റെ വോൾട്ടേജ് ആണെന്ന് മനസ്സിലാവുന്നതിന് വേണ്ടിയിട്ട്. കറന്റിന്റെ വേവ് ഫോം നമ്മൾ ഡിറൈവ് ചെയ്യുകയുണ്ടായി. I = Im sin, വീണ്ടും ബ്രാക്കറ്റ് എവിടെയാണ്? I = Im sin ωt - 90 എന്ന് പറയുന്ന ഒരു സിഗ്നൽ ആണ് നമ്മുടെ കറണ്ട് എന്ന് നമ്മൾ ഡിറൈവ് ചെയ്തെടുത്തു. അപ്പോൾ ഈ വോൾട്ടേജിനെക്കാട്ടിലും 90 ഡിഗ്രി കുറവാണ്. അപ്പൊ നമ്മൾ ഫേസർ പഠിച്ചപ്പോൾ എങ്ങനെയാണ് പഠിച്ചിരുന്നത്? ക്ലോക്ക് വൈസ് വരച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ വരച്ചിട്ട് ഇത് 0 ഡിഗ്രി ആണ് എന്ന് പറഞ്ഞു അല്ലേ. നമ്മൾ ഇങ്ങോട്ട് പോവുകയാണെങ്കിൽ പോസിറ്റീവ് ആണ്, അപ്പൊ ഇത് +90 ഡിഗ്രി ആണ് എന്ന് പറഞ്ഞു. ഇങ്ങോട്ട് വരികയാണെങ്കിൽ അത് നെഗറ്റീവ് ആണ് എന്ന് പറഞ്ഞു, അപ്പൊ ഇത് -90 ഡിഗ്രി ആണെന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ, അപ്പൊ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇതിപ്പോൾ ഞാൻ വേവ് ഫോംസ് ആൻഡ് ഫേസർ ഡയഗ്രാംസ് ആണ് വരയ്ക്കുന്നത്. വേവ് ഫോംസ് ആൻഡ് ഫേസർ ഡയഗ്രാം വരച്ചതിനകത്ത് V = Vm sin ωt ആണ്. I = Im sin ωt - 90 ആണ്. അപ്പോൾ V = Vm sin ωt യുടെ ഫേസ് 0 ആയതുകൊണ്ട് ഞാൻ എക്സ് ആക്സിസിൽ എനിക്ക് V വരയ്ക്കാം. മുകളിൽ ഞാൻ വരച്ചിട്ടുണ്ട്, അവിടെ എക്സ് ആക്സിസിലാണ് ഞാൻ വോൾട്ടേജ് വരയ്ക്കുന്നതെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഫേസറിന്റെ ആംഗിൾ എങ്ങനെ മെഷർ ചെയ്യും എന്നുള്ളത്. ക്ലോക്ക് വൈസ് ആന്റി ക്ലോക്ക് വൈസ് ആണ് നമ്മൾ മൂവ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അപ്പം മുകളിൽ +90 ഡിഗ്രി വരച്ചിട്ടുണ്ട്. ഞാൻ ക്ലോക്ക് വൈസ് ആയിട്ടാണ് മൂവ് ചെയ്യുന്നത്, താഴേക്കാണ് മൂവ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ -90 ആണ് വരച്ചിട്ടുണ്ട്. അപ്പോൾ Y ആക്സിസിന്റെ മുകളിലേക്ക് ആണെങ്കിൽ +90, Y ആക്സിസിന്റെ താഴേക്കാണെങ്കിൽ -90. അപ്പൊ ഇവിടെ കറണ്ട് എന്ന് പറയുന്നത് എന്താണ്? ωt - 90 ആണ്. അപ്പൊ ഞാൻ വോൾട്ടേജിന്റെ ഫേസർ എക്സ് ആക്സിസിൽ വരച്ച Y ആക്സിസിൽ താഴേക്കായിരിക്കും എൻ്റെ കറണ്ടിന്റെ ഫേസർ ഉള്ളത്. അപ്പൊ ഞാൻ ഈ വരച്ചിരിക്കുന്ന പോലെ VL and IL will be like this. VL and IL will be like this in the phasor diagram.
ഇനി ഇതേപോലെ തന്നെ നമുക്ക് ഇതിന്റെ വേവ് ഫോം വരയ്ക്കാം. വേവ് ഫോം വരയ്ക്കുമ്പോൾ നമ്മൾ പറഞ്ഞു, ഞാൻ മുകളിൽ ആദ്യം റഫായിട്ടൊന്ന് വരയ്ക്കാം. ഞാൻ വോൾട്ടേജ് വേവ് ഫോമിനെ ഞാൻ ഇങ്ങനെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ -90 എന്ന് പറയുമ്പം യുവർ ഫൈ ഈസ് നെഗറ്റീവ് എന്ന് പറയുമ്പോൾ ദിസ് വിൽ ബി എ ലാഗിങ് സിഗ്നൽ. ലാഗിങ് എന്ന് പറയുമ്പോൾ നമുക്ക് വരയ്ക്കാൻ എളുപ്പമാണ്. ഇപ്പം ഈ സിഗ്നൽ പുറപ്പെട്ടതിന് ശേഷമേ മറ്റത് പുറപ്പെടുള്ളൂ. അപ്പോൾ ഈ വേവ് ഫോം തുടങ്ങിയതിന് ശേഷമായിരിക്കും മറ്റേ വേവ് ഫോം വരുന്നത്. ഈ വേവ് ഫോം തുടങ്ങിയതിന് ശേഷമായിരിക്കും മറ്റേ വേവ് ഫോം വരുന്നത്. ആൻഡ് ദിസ് വിൽ ബി മൈ ഫൈ. ഇതിനകത്ത് ഇത് വോൾട്ടേജ് വേവ് ഫോം, ഇത് കറണ്ട് വേവ് ഫോം. ഈ രീതിയിലുള്ള വേവ് ഫോം ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പം ഇതിനകത്ത് ഫൈ എന്നുള്ളത് സ്പെസിഫിക്കലി നമുക്കറിയാം 90 ഡിഗ്രിയാണ്, അഥവാ π/2 ആണ്. ഇപ്പൊ വോൾട്ടേജ് വേവ് ഫോം തുടങ്ങിയിട്ട് π/2 കഴിഞ്ഞിട്ടായിരിക്കും എന്റെ കറണ്ട് വേവ് ഫോം തുടങ്ങുന്നത്. ഇപ്പൊ ഈ വോൾട്ടേജ് ആൻഡ് കറണ്ട് വേവ് ഫോം നമുക്ക് ഇതിനകത്ത് ഇപ്പൊ സെയിം ആംപ്ലിറ്റ്യൂഡ് ആയിട്ടാണ് വരച്ചിരിക്കുന്നത്. അത് എങ്ങനെ വേണമെങ്കിലും ആവാം. ചിലപ്പോൾ സെയിം ആംപ്ലിറ്റ്യൂഡിൽ തന്നെ വരും, അല്ലെങ്കിൽ ആംപ്ലിറ്റ്യൂഡിന്റെ വാല്യൂ കുറവാണ് ഉണ്ടാവുക. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെ ഫേസ് ആണ്. രണ്ടിന്റെയും ഫ്രീക്വൻസി സെയിം ആണ് കേട്ടോ. രണ്ട് സിഗ്നലിന്റെയും ഫ്രീക്വൻസി സെയിം ആണ്. ഇവിടെ ഇത് ഒമേഗ സൈൻ ഒമേഗ ടി ആണ്, ഇവിടെയും സൈൻ ഒമേഗ ടി ആണ്. സോ ഫ്രീക്വൻസി ഈസ് സെയിം. ഓൺലി തിങ് ഈസ് that my phi is π/2. My phi is π/2. അപ്പോൾ π/2 90 ഡിഗ്രി ലാഗ് ചെയ്തിട്ടായിരിക്കും കറണ്ട് വേവ് ഫോം വരുന്നത്. അപ്പൊ ഇതാണ് ഇതിന്റെ വേവ് ഫോം. അപ്പൊ ഫേസർ ഡയഗ്രം പറഞ്ഞിരിക്കണം, വേവ് ഫോം പറഞ്ഞിരിക്കണം. ഓക്കെ, അപ്പൊ നമ്മൾ റെസിസ്റ്റൻസിന്റെ കാര്യം നമ്മൾ പറഞ്ഞു, ഇൻഡക്ടറിന്റെ കാര്യം നമ്മൾ പറഞ്ഞു. അപ്പൊ ഇൻഡക്ടറിന്റെ കാര്യം നമുക്കൊന്ന് സമ്മറൈസ് ചെയ്യാം. അതിന് മുന്നേ പവർ, ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. പവർ കൺസ്യൂംഡ് ബൈ എ പ്യുവർ ഇൻഡക്ടർ ആണ്. പവറിന്റെ എക്സ്പ്രഷൻ നമുക്കറിയാം, VI cos φ ആണ്. നമുക്കിവിടെ കിട്ടി വോൾട്ടേജിന്റെ വേവ് ഫോം VM sin ഒമേഗ ടി ആണ്. കറണ്ടിന്റെ വേവ് ഫോം IM sin ഒമേഗ ടി -90 ആണ്. ഓക്കെ, അപ്പൊ നമുക്കറിയാം കറണ്ട് ലാഗ്സ് ബിഹൈൻഡ് വോൾട്ടേജ് ബൈ 90 ഡിഗ്രി എന്നാണ്. അപ്പൊ ഇവിടുത്തെ കേസിൽ ഫൈന്റെ വാല്യൂ എന്തായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. അപ്പൊ കോസ് ഫൈന്റെ വാല്യൂ എന്തായിരിക്കും? 0. ഫൈന്റെ വാല്യൂ 90, കോസ് ഫൈന്റെ വാല്യൂ 0. അപ്പൊ കോസ് ഫൈന്റെ വാല്യൂ 0 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പവറിന്റെ വാല്യൂ 0 എന്ന് കിട്ടും. യുവർ പവർ വാല്യൂ വിൽ ബി ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ എ പ്യുവർ ഇൻഡക്ടർ ഡസ് നോട്ട് കൺസ്യൂംസ് എനി പവർ. പ്യുവർ ഇൻഡക്ടർ does not consumes any power. റെസിസ്റ്റർ പവർ കൺസ്യൂം ചെയ്യും. ആ പവറാണ് ഹീറ്റ് ആയിട്ട് റേഡിയേറ്റ് ചെയ്ത് പോകുന്നത്. പക്ഷെ പ്യുവർ ഇൻഡക്ടർ എന്ത് കൺസ്യൂം ചെയ്യില്ല? പവർ കൺസ്യൂം ചെയ്യില്ല. കാരണം ഫൈ 0 ആണ്, പവർ VI cos φ ആണ്. സോ ദ പവർ വാല്യൂ വിൽ ബി ഈക്വൽ ടു 0. സോ യു ക്യാൻ സമ്മറൈസ് ദ തിങ്സ് അലോങ് വിത്ത് ദ റെസിസ്റ്റർ. റെസിസ്റ്ററിൽ കൊടുത്ത പോലെ തന്നെ V = VM sin ഒമേഗ ടി എന്ന് പറയുന്ന ഒരു സിഗ്നൽ കൊടുത്താൽ ഇത് ജനറേറ്റ് ചെയ്യുന്ന കറണ്ട് I = IM sin ഒമേഗ ടി -90 ആണ്. So the current lags behind voltage by 90 degree. So the power consumed by a pure inductor is equal to 0. And the phasor diagram will be like this. If the voltage is shown in the x-axis, IL will be lagging by 90 degree. അപ്പോൾ അതുകൊണ്ട് IL y-axis ന്റെ താഴത്തെ ഭാഗത്തായിരിക്കും ഉണ്ടാവുക. In the similar way, you can see the case of a capacitor also. അവിടെ റെസിസ്റ്റർ വെച്ചെടുത്ത് നമ്മൾ ഇൻഡക്ടർ വെച്ചു. ആ ഇൻഡക്ടർ വെച്ച് അവിടെ തന്നെ കപ്പാസിറ്റർ വെച്ചു. ഞാൻ V ഇൻസ്റ്റന്റേനിയസ് വാല്യൂ ഓഫ് ദ വോൾട്ടേജ് ഒരു വോൾട്ടേജ് കൊടുത്തു. V = VM sin ഒമേഗ ടി എന്നൊരു വോൾട്ടേജ് കൊടുത്തു. അത് കാരണം ഒരു I എന്ന് പറയുന്ന ഒരു കറണ്ട് ഇതിൽ ജനറേറ്റ് ചെയ്യുകയുണ്ടായി. അപ്പം ആ കറണ്ട്, അതിനകത്ത് ഉണ്ടായ കറണ്ട് എങ്ങനെയാണെന്നുള്ളത് കണ്ടുപിടിക്കണം. അപ്പൊ നമ്മൾ ഇൻഡക്ടറിന്റെ കേസിൽ നമ്മൾ എഴുതുകയുണ്ടായി V = L di/dt എന്ന് എഴുതി. അതിൽ നിന്നാണ് നമ്മൾ കറണ്ട് കണ്ടുപിടിച്ചത്. കപ്പാസിറ്ററിന്റെ കേസിലാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഗിവൺ ആസ് I = C × dV/dt. ഇത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതായത് ഒരു കപ്പാസിറ്ററിനകത്ത് ജനറേറ്റ് ചെയ്യുന്ന കറണ്ട് എന്തിന് പ്രൊപ്പോർഷണൽ ആണ്? വോൾട്ടേജ്, അതിൽ അപ്ലൈ ചെയ്ത വോൾട്ടേജിന് ഡെറിവേറ്റീവിന് പ്രൊപ്പോർഷണൽ ആണ്. ആ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റിനെയാണ് നമ്മൾ കപ്പാസിറ്റൻസ് അഥവാ C എന്ന് പറയുന്നത്. സോ I = C × dV/dt എന്ന് നമുക്ക് കിട്ടി. ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താണ് നമുക്ക് പെട്ടെന്ന് കിട്ടും കാര്യങ്ങൾ. I ഉണ്ട്, V ഉണ്ട് അതിനകത്ത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? V സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. V എന്താന്ന് നമുക്കറിയാം, VM sin ഒമേഗ ടി ആണ്.
pi is equal to c into d by dt of Vm sin omega t. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അതിൽ വി എം എന്ന് പറയുന്ന കോൺസ്റ്റന്റ് ആണ്, അതിനെ പുറത്തേക്ക് എടുക്കാം, ബാക്കി ഡിറൈവ് ചെയ്യാം. അപ്പൊ ഞാൻ വി എമ്മിനെ പുറത്തേക്ക് എടുത്തു. അപ്പൊ ഐ ഈസ് ഈക്വൽ ടു സി വി എം ഇൻറ്റു ഡി ബൈ ഡി ടി ഓഫ് സൈൻ ഒമേഗ ടി. Now what is derivative of sin omega t? Derivative of sin omega t is cos omega t into omega. കാരണം എന്താ, നമ്മൾ ഡിറൈവ് ചെയ്യുന്നത് വിത്ത് റെസ്പെക്ട് ടു ടി ആണ്. അപ്പൊ അത് സംശയം ഉണ്ടെങ്കിൽ ഇവിടെ കാണിച്ചു തരാം. എൻ്റെ അടുത്തുണ്ട് സൈൻ തീറ്റ ഡി ബൈ ഡി തീറ്റ ഓഫ് സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു കോസ് തീറ്റ എന്ന് പഠിച്ചിട്ടുണ്ടാവും. പക്ഷെ ഡി ബൈ ഡി തീറ്റ ഓഫ് സൈൻ ടു തീറ്റ എന്താണ്? ആദ്യം എന്ത് എഴുതണം? സൈൻ ടു തീറ്റന്റെ ഡെറിവേറ്റീവ് എഴുതണം. സൈൻ ടു തീറ്റന്റെ ഡെറിവേറ്റീവ് കോസ് ടു തീറ്റ. പിന്നെ എന്ത് ചെയ്യണം? ടു തീറ്റനെ വിത്ത് റെസ്പെക്ട് ടു തീറ്റ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. സൈൻ കോസ് ടു തീറ്റ ഇൻറ്റു ഡി ബൈ ഡി തീറ്റ ഓഫ് ടു തീറ്റ. അത് 2 എന്ന് കിട്ടും. അപ്പൊ കോസ് ടു തീറ്റ ഇൻറ്റു 2. അതന്നെ ഇവിടെയും ചെയ്തിട്ടുള്ളൂ. സൈൻ ഒമേഗ ടീനെ വിത്ത് റെസ്പെക്ട് ടു ടി ഡിറൈവ് ചെയ്യും, ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ കോസ് ഒമേഗ ടി കിട്ടും. പിന്നെ ഒമേഗ ടീനെ വിത്ത് റെസ്പെക്ട് ടു ടി ഡിഫറൻഷിയേറ്റ് ചെയ്യണം. അപ്പൊ നമുക്ക് ഒമേഗ എന്ന് കിട്ടും. അപ്പോൾ സി വി എം കോസ് ഒമേഗ ടി ഇൻറ്റു ഒമേഗ. അപ്പൊ ഞാൻ ഒമേഗനെയും കൂടി ഞാൻ കോമൺ ആയിട്ട് എഴുതി. ഒമേഗ സി വി എം കോസ് ഒമേഗ ടി എന്ന് എഴുതി. സോ ഐ ഈസ് ഈക്വൽ ടു ഒമേഗ സി വി എം കോസ് ഒമേഗ ടി. അപ്പൊ അതിനെ ഞാൻ വീണ്ടും ഇനി എഴുതാൻ പോവാണ്. അപ്പൊ നമ്മൾ മറ്റടുത്ത് എഴുതിയ പോലെ തന്നെ നമ്മുടെ വോൾട്ടേജിന്റെ വേവ് ഫോം എന്നുള്ളത് ഒരു സൈൻ റെപ്രസെന്റേഷൻ ആണ്. അപ്പൊ കറണ്ടിന്റെ വേവ് ഫോമിനെയും ഒരു സൈൻ റെപ്രസെന്റേഷൻ ആയിട്ട് വേണം നമുക്ക് എഴുതാൻ. അപ്പൊ നമ്മുടെ അടുത്തുള്ളത് കോസ് ഒമേഗ ടി ആണ്. കോസ് ഒമേഗ ടിനെ എങ്ങനെ നമുക്ക് സൈനിന്റെ പേരിൽ എഴുതാം എന്ന് നമുക്കറിയാം. ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുണ്ട്. കോസ് തീറ്റ ഈസ് ഈക്വൽ ടു സൈൻ തീറ്റ പ്ലസ് 90 എന്ന് പഠിച്ചിട്ടുണ്ട്. Cos theta is sin theta plus 90. So cos omega t can be represented as sin omega t plus 90. കണ്ടോ, അവിടെ വ്യത്യാസം വന്നു. ഇൻഡക്ടറിൽ എനിക്ക് -90 ആയിരുന്നു, ഇവിടെ എനിക്ക് +90 ആണ് കറണ്ട് വേവ് ഫോം കിട്ടിയത്. So in general we know that we can write I is equal to Im sin omega t plus 90. So your Im will be equal to omega c Vm. ഇൻഡക്ടറിൽ എങ്ങനെയായിരുന്നു? Im is equal to Vm by omega L ആയിരുന്നു. ഇവിടെ Im is equal to omega c Vm. Okay, so V is equal to Vm sin omega t and Im is equal to Im sin omega t plus 90 degree. So in a purely capacitive circuit, current leads voltage by 90 degree because your phi is equal to 90 degree. So current leads your voltage. In an inductor, your current lags your voltage. So that difference should be clear to you. നമുക്ക് ഇതിന്റെ ബാക്കി കാര്യങ്ങൾ കൂടെ നോക്കാം. നമുക്ക് ഓൾറെഡി അറിയാം Im is equal to omega c Vm എന്നറിയാം. രണ്ട് സൈഡിനെ നമ്മൾ √2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, മറ്റേത് ഇതേപോലെ തന്നെ. സോ Im by √2 is equal to omega c Vm by √2. Im by √2 is I, Vm by √2 is V. So I is equal to omega c Vm, where V and I are the RMS values. മറ്റടുത്ത് കിട്ടിയത് I is equal to V by omega L എന്നാണ് ഇൻഡക്ടറിൽ കിട്ടിയത്. റെസിസ്റ്ററിൽ കിട്ടിയത് I is equal to V by R എന്നാണ്. ഇവിടെ നമുക്കിത് ബാധകമാണ്. ഓപ്പോസിഷൻ is equal to cos by effect. കോസ് എന്ന് പറയുന്നത് വോൾട്ടേജ് ആയിരിക്കും, എഫക്ട് എന്ന് പറയുന്നത് കറണ്ട് ആയിരിക്കും, ഓപ്പോസിഷൻ എന്ന് പറയുന്നത് വേരി ചെയ്യും. So you can write V by I is equal to opposition. So here if you are rewriting V by I, we will be getting V by I is equal to 1 by omega c. And 1 by omega c is your XC അഥവാ കപ്പാസിറ്റീവ് റിയാക്ടൻസ്. ഇപ്പൊ റിയാക്ടൻസിന്റെ കഥ ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്. റിയാക്ടൻസിന്റെ യൂണിറ്റ് റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് തന്നെയാണ് ഓം ആണ്. XL എന്ന് പറയുന്നത് ഇൻഡക്റ്റീവ് റിയാക്ടൻസ് ആയിരുന്നു, അത് ഒമേഗ എൽ ആണ്. XC എന്ന് പറയുന്നത് കപ്പാസിറ്റീവ് റിയാക്ടൻസ് ആണ്, അത് 1 by omega c ആണ്. അപ്പോൾ ഒരു കറണ്ട് ഫ്ലോനെ കപ്പാസിറ്റർ എത്രത്തോളം ഒപ്പോസ് ചെയ്യും എന്നുള്ളതിന്റെ മെഷറാണ് XC, which is equal to 1 by omega c. അപ്പോൾ ഇവിടെ പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ XC is equal to 1 by omega c ആണ്, which is 1 by 2 pi fc. That is XC is inversely proportional to the frequency. That is, if frequency increases, XC decreases, and if frequency decreases, XC increases. ഇൻഡക്റ്റീവ് റിയാക്ടൻസിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് കപ്പാസിറ്റീവ് റിയാക്ടൻസ്.
ഇൻഡക്റ്റീവ് റിയാക്ടൻസ് എങ്ങനെയായിരുന്നു? അതിൽ കൂടെ കടന്നു പോകുന്ന സിഗ്നലിന്റെ ഫ്രീക്വൻസി കൂടുന്നതിനനുസരിച്ച് അതിന്റെ റിയാക്ടൻസ് കൂടിക്കൊണ്ടിരിക്കും. കപ്പാസിറ്റർ റിയാക്ടൻസ് നേരെ ഓപ്പോസിറ്റ് ആണ്. അതിൽ കൂടെ കടന്നു പോകുന്ന സിഗ്നലിന്റെ ഫ്രീക്വൻസി കൂടുന്നതിനനുസരിച്ച് അതിന്റെ റിയാക്ടൻസ് കുറഞ്ഞുകൊണ്ടിരിക്കും. നേരെ ഓപ്പോസിറ്റ്. അപ്പൊ അത് നിങ്ങൾ മനസ്സിൽ വെക്കേണ്ട ഒരു കാര്യമാണ്. Now we can look at the waveforms and phasor diagram. ഇൻഡക്ടറിൽ കണ്ട പോലെ തന്നെ V is equal to Vm sin omega t ഞാൻ x ആക്സിസിൽ എടുത്തു. I is equal to Im sin omega t plus 90. പ്ലസ് 90 എന്ന് പറയുമ്പോൾ നമുക്ക് ആന്റി ക്ലോക്ക് വൈസ് മെഷർ ചെയ്യണം. y ആക്സിസിന്റെ മുകളിലായിട്ട് വരും. അപ്പൊ നിങ്ങളുടെ IL ഇങ്ങനെ വരും. ഈ IL ഇതിന്റെ നേരെ മിറർ ഇമേജ് ആയിരുന്നു എന്തില്? ഇൻഡക്ടറിൽ താഴേക്കായിരുന്നു. സോ ദിസ് ഈസ് ഇവിടെ മാറിപ്പോയി. ദിസ് ഇസ് VC ആണ്. ദിസ് ഈസ് VC. This is IC. അപ്പോൾ Im is equal to I is equal to Im into sin omega t plus 90 എന്ന് പറഞ്ഞപ്പം I മുകളിലേക്ക് വന്നു. അത് തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് 90 ഡിഗ്രി. അപ്പം അങ്ങനെയാണെങ്കിൽ ഇതുപോലെ തന്നെ നമുക്ക് കറണ്ട് വേവ് ഫോമിനെ വരച്ചൂടെ? ഞാൻ മുകളിൽ റഫായിട്ട് വരയ്ക്കാം. എൻ്റെ വോൾട്ടേജ് വേവ് ഫോം ഇങ്ങനെ വരും. അപ്പോൾ എൻ്റെ കറണ്ട് വേവ് ഫോം 90 ഡിഗ്രി ലീഡ് ചെയ്യുന്നത്. അപ്പൊ വോൾട്ടേജിനേക്കാൾ മുന്നേ തുടങ്ങും കറണ്ട് ആദ്യം തുടങ്ങും. ഇത് ആയിരിക്കും എൻ്റെ ഫൈ, അതായത് 90 ഡിഗ്രി. സോ യുവർ വേവ് ഫോം വിൽ ബി ലൈക്ക് ദിസ്. വോൾട്ടേജ് എന്നുള്ളതിനേക്കാളും കറണ്ടിന്റെ വേവ് ഫോം π/2 നേരത്തെ തുടങ്ങിയിട്ടുണ്ട്. അതായത് ഇവിടെ നോക്കിയാൽ അറിയാം നിങ്ങളുടെ കറണ്ട് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. കറണ്ട് ഇവിടുന്ന്, ഇതാണ് ഇതിന്റെ 0. കറണ്ട് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് π/2 ആണ്. π/2 ഡിഗ്രി കറണ്ട് ആദ്യം സ്റ്റാർട്ട് ചെയ്തു. രണ്ടിന്റെയും ഫ്രീക്വൻസി സെയിം ആണ്, ഒമേഗ. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ പവർ കൺസ്യൂംഡും കൂടി നോക്കാം. P is equal to VI cos phi ആണ്. V is equal to Vm sin omega t. Im equal to Im sin omega t plus 90. അപ്പോൾ ഇവിടെയും നമുക്കറിയാം കറണ്ട് ലീഡ്സ് വോൾട്ടേജ് ബൈ 90 ഡിഗ്രി ആണ്. ഇവിടെയും ഫേസ് ഫൈ എന്ന് പറയുന്നത് 90 ആണ്. അപ്പൊ കോസ് ഫൈ എന്ന് പറയുന്നത് 0 ആണ്. അപ്പൊ പവർ എന്ന് പറയുന്നത് 0 ആണ്. അപ്പൊ എന്ന് പറഞ്ഞാൽ എന്ത് പറയാം? പ്യുവർ ഇൻ കപ്പാസിറ്റർ does not consumes any power. ഇപ്പൊ പ്യുവർ കപ്പാസിറ്ററും പവർ കൺസ്യൂം ചെയ്യില്ല, പ്യുവർ ഇൻഡക്ടറും പവർ കൺസ്യൂം ചെയ്യില്ല, റെസിസ്റ്റർ മാത്രമേ പവർ കൺസ്യൂം ചെയ്യുള്ളൂ. സോ യു ക്യാൻ കംപ്ലീറ്റ് ദി കമ്പാരിസൺ ടേബിൾ. കപ്പാസിറ്ററിലും V is equal to Vm sin omega t, കറണ്ട് I is equal to Im sin omega t plus 90. കറണ്ട് ലീഡ്സ് വോൾട്ടേജ് ബൈ 90 ഡിഗ്രി, പവർ റിമെയിൻസ് ദ സെയിം. അപ്പൊ ഇൻഡക്ടറിന്റെ ഫേസർ ഡയഗ്രം എന്തായിരുന്നു? അതിൽ കറണ്ട് നേരെ മുകളിലേക്കാവും. എവിടെ? കപ്പാസിറ്ററിൽ. ഇൻഡക്ടറിൽ 90 ഡിഗ്രി ലാഗ് ചെയ്യും, കപ്പാസിറ്ററിൽ 90 ഡിഗ്രി ലീഡ് ചെയ്യും. സോ ഇത് ഓർത്ത് വെക്കാനുള്ളൊരു ജനറൽ സേയിങ് ആണിത്. എലിസ് ദ ഐസ്മാൻ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞാനത് എല്ലിനെയും സീനെയും ഞാനവിടെ വെൽഡാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് എലി ദ ഐസ്മാൻ എന്ന് പറയുന്നത് എല്ലിന്റെ മുന്നെയാണ് ഇ. അപ്പൊ അതിന് എന്ത് മനസ്സിലാക്കാം? ഇൻ ഇൻഡക്ടർ ഹാസ് ഇ ബിഫോർ ദ ഐ. ഇ എന്ന് പറഞ്ഞാൽ വോൾട്ടേജ്, ഐ എന്ന് പറഞ്ഞാൽ കറണ്ട്. അപ്പൊ ഇ ലീഡ്സ് ഐ ബൈ 90 ഡിഗ്രി എന്ന് ഓർത്ത് വെക്കാം. ഇനിയോ ഐസ് എന്ന് പറയുമ്പോഴത്തേക്കും സി കപ്പാസിറ്റർ ആണ്. ഐസിനകത്ത് ഐ ഈസ് ബിഫോർ സി ആൻഡ് ഇ ഈസ് ആഫ്റ്റർ സി. അപ്പൊ അതുകൊണ്ട് എന്ത് മനസ്സിലാക്കാം? ഐ ലീഡ്സ്, അതായത് കറന്റ് ലീഡ്സ് വോൾട്ടേജ് ബൈ 90 ഡിഗ്രി എന്ന് ഓർത്ത് വെക്കാം. അപ്പം എലി ദ ഐസ്മാൻ എന്ന് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ ഏതിന് ഇൻഡക്ടറിനകത്ത് ഏതാണ് ആദ്യം, കപ്പാസിറ്ററിനകത്ത് ഏതാണ് ആദ്യം എന്നുള്ളത് നമുക്ക് ഓർത്ത് വെക്കാൻ ഒരു എളുപ്പം. നിങ്ങളിപ്പം റെസിസ്റ്ററിന്റെ കളർ കോഡിങ് പഠിച്ചപ്പം BB റോയ് ഗ്രേറ്റ് ബ്രിട്ടൻ എന്നൊക്കെ പറഞ്ഞ് പഠിച്ചില്ലേ? അതുപോലെ എലി ദ ഐസ്മാൻ എന്ന് പറയുന്നത് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ അത് ഹെൽപ്ഫുൾ ആയിരിക്കും എന്നുള്ളത്. ഓക്കെ, നമുക്ക് ഇനി ഒരു പ്രോബ്ലം ചെയ്യാനുണ്ട്. അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓൾറെഡി 1 മണിയായി. അതുകൂടാതെ തന്നെ നെക്സ്റ്റ് ക്ലാസ് നമുക്ക് നോക്കാനുള്ളത്, ഇപ്പം നമ്മൾ റെസിസ്റ്റൻസ് മാത്രം നോക്കി, കപ്പാസിറ്റൻസ് മാത്രം നോക്കി, ഇൻഡക്ടർ മാത്രം നോക്കി. ഇനി നമുക്കൊരു RL സർക്യൂട്ട് നോക്കണം, നമുക്കൊരു RC സർക്യൂട്ട് നോക്കണം.
അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് RL സർക്യൂട്ടും RC സർക്യൂട്ടുമാണ്. അതായത് റെസിസ്റ്റൻസിൻ്റെ കൂടെ ഇൻഡക്ടർ വെച്ചാൽ എന്താ ഉണ്ടാവുക കറണ്ടിന്, റെസിസ്റ്ററിൻ്റെ കൂടെ കപ്പാസിറ്റർ വെച്ച് കഴിഞ്ഞാൽ കറണ്ടിനും എന്താണ് സംഭവിക്കുക എന്നുള്ളതാണ് നോക്കുന്നത്. സോ യു ഹാവിങ് എനി ഡൗട്ട്? അപ്പം ഞാൻ നിങ്ങൾ ലീവ് ചെയ്യരുത്, ഒന്ന് വെയിറ്റ് ചെയ്യണം. ഞാൻ അറ്റൻഡൻസ് ഒന്ന് ഓൺ ആക്കി തരാം. എല്ലാവരും അറ്റൻഡൻസ് മാർക്ക് ചെയ്തിട്ട് ലീവ് ചെയ്തോളൂ കേട്ടോ. സീ യു ടുമോറോ. അറ്റൻഡൻസ് മാർക്ക് ചെയ്യാൻ മറക്കരുത്. അറ്റൻഡൻസ് മാർക്ക് ചെയ്യുക. നിങ്ങൾ ലീവ് ചെയ്തിട്ട് അറ്റൻഡൻസ് മാർക്ക് ചെയ്താലും മതി. നോ ഇഷ്യൂസ്. യു ക്യാൻ ലീവ് ദിസ്, മാർക്ക് യുവർ അറ്റൻഡൻസ്. മറക്കാതെ അറ്റൻഡൻസ് മാർക്ക് ചെയ്യുക. സോ താങ്ക് യു.